നമസ്കാരം. എസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ജേണൽ എൻട്രീസ് ആണ് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഇട്ടിരുന്നത്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് അതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. ഇല്ലുസ്ട്രേഷൻ 18 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതേണ്ടത് എന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇല്ലസ്ട്രേഷൻ 18 നോക്കാം. Give adjusting entries in the books of head office for the following. The head office closes its book on 31st December. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മള് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് എഴുതേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹെഡ് ഓഫീസ് 31st ഡിസംബറിൽ ബുക്ക് ക്ലോസ് ചെയ്യും. അപ്പൊ ഇവിടെ ഡേറ്റ് ഒക്കെ വെച്ചിട്ടാണ് തരുന്നത്. അപ്പൊ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എൻട്രി എഴുതണം എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് goods sent by head office to Agra branch on 36th December but reached Agra only on 8th January ₹6,000. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെഡ് ഓഫീസ് ആഗ്ര ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് അയച്ചത് ഡിസംബർ 26-നാണ്. എന്നാൽ ഈ ഗുഡ്സ് ആഗ്രയിൽ എത്തിയതോ ജനുവരി 8-നാണ്. അടുത്ത് നോക്കിയാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചെക്ക് സെൻഡ് ബൈ ആഗ്ര ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് ഫോർ 12,000 ഓൺ 28 ഡിസംബർ ബട്ട് ദ സെയിം ഈസ് റിസീവ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് ഓൺലി 15 days ലേറ്റർ. ആഗ്ര ബ്രാഞ്ച് ചെക്ക് ഹെഡ് ഓഫീസിലോട്ട് അയച്ചു. 12,000 രൂപയുടെ ചെക്ക് ഡിസംബർ 28-നാണ് അയച്ചത്. പക്ഷേ ഇത് ഹെഡ് ഓഫീസിൽ എത്തിയതോ 15 ദിവസത്തിന് ശേഷമാണ്. ആഗ്ര ബ്രാഞ്ച് പെയ്ഡ് 2,000 ടു ഹെഡ് ഓഫീസ് ഒഫീഷ്യലി ആസ് പാർട്ട് ഓഫ് സാലറി. ആഗ്ര ബ്രാഞ്ച് 2,000 രൂപ ഹെഡ് ഓഫീസിന് സാലറി എന്ന ഇനത്തിൽ അയച്ചു. ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ആഗ്ര ബ്രാഞ്ച് ബട്ട് പേയ്മെന്റ് ഫോർ ദ സെയിം മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് ₹9,000. ഗുഡ്സ് ആഗ്ര ബ്രാഞ്ച് വാങ്ങി, പക്ഷേ പേയ്മെന്റ് നടത്തിയതോ ഹെഡ് ഓഫീസ് ആണ്. ഇനി മെഷീനറി ഫോർ ബ്രാഞ്ച് ബ്രോഡ് ബൈ ഹെഡ് ഓഫീസ് ബട്ട് പേയ്മെന്റ് ഫോർ ദ സെയിം മെയ്ഡ് ബൈ ആഗ്ര ബ്രാഞ്ച് 60,000 അസറ്റ് അക്കൗണ്ട് കെപ്റ്റ് ബൈ ഹെഡ് ഓഫീസ്. ഇവിടെ മെഷീനറി ബ്രാഞ്ചിന് വേണ്ടിയിട്ട് വാങ്ങിയത് ഹെഡ് ഓഫീസ് ആണ്, പേയ്മെന്റ് നടത്തിയത് ആഗ്ര ബ്രാഞ്ച് ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് ബ്രാഞ്ച് മെഷീനറി ഹൂസ് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ബൈ ഹെഡ് ഓഫീസ് 3,000. ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ടു ബി ചാർജ്ഡ് ഓൺ ബ്രാഞ്ച് ഫോർ വർക്ക് ഡൺ ഓൺ ഇറ്റ്സ് ബിഹാഫ് ബൈ ഹെഡ് ഓഫീസ് 2,500. ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം കൊല്ലം ബ്രാഞ്ച് ടു കുണ്ടറ ബ്രാഞ്ച് 4,000. അപ്പൊ ഇതെല്ലാം പല പല ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ ഈ ഓരോ ട്രാൻസാക്ഷന്റെയും എൻട്രി എങ്ങനെ എഴുതണം നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിനി ഓരോ ട്രാൻസാക്ഷൻ വായിച്ചിട്ട് എൻട്രീസ് എഴുതാം. ഫസ്റ്റ് ഇങ്ങനെയാണ്: ഗുഡ്സ് സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ആഗ്ര ബ്രാഞ്ച് ഓൺ 36th ഡിസംബർ ബട്ട് റീച്ച്ഡ് ആഗ്ര ഓൺലി ഓൺ 8th ജനുവരി 6,000. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ തുടക്കത്തിലേ പറയുന്നുണ്ട് ഡിസംബർ 31-ന് ഇവര് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യും. അപ്പൊ ഇവിടെ ഹെഡ് ഓഫീസ് ഡിസംബർ 26-ന് ആഗ്ര ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് അയച്ചു. പക്ഷെ ആഗ്ര ബ്രാഞ്ചിൽ അത് എത്തിയത് ജനുവരി 8-നാണ്. അപ്പൊ ഇവിടെ അയച്ചത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. അപ്പൊ ഇവിടെ അയച്ചത് എന്താണ്? ഗുഡ്സും ആണ്. അപ്പൊ എൻട്രി എങ്ങനെ വരും? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച് എന്ന് വരും. അപ്പൊ എൻട്രി എങ്ങനെയാണ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച്. എൻട്രി എത്രയാണ്? 6,000. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇങ്ങനെയായിരുന്നു. രണ്ടാമത് നോക്കിയേ, അടുത്ത പറഞ്ഞിരിക്കുന്നത് ചെക്ക് സെൻഡ് ബൈ ആഗ്ര ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് ഫോർ 12,000 ഓൺ 28 ഡിസംബർ ബട്ട് ദ സെയിം ഈസ് റിസീവ്ഡ് ബൈ ഹെഡ് ഓഫീസ് ഓൺലി 15 days ലേറ്റർ. ഇവിടെ ബ്രാഞ്ച് ചെക്ക് 12,000 രൂപയുടെ ചെക്ക് ഹെഡ് ഓഫീസിന് അയച്ചു. പക്ഷെ അത് അയച്ചത് എന്നാണ്? ഡിസംബർ 28-നാണ്. പക്ഷെ അത് 15 ദിവസത്തിന് ശേഷമാണ് എത്തിയത്. എന്ന് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഹെഡ് ഓഫീസിൽ എത്തിയത്. അപ്പൊ ഇവിടെ അയച്ചത് ആരാണ്? ബ്രാഞ്ച് ആണ്. ബ്രാഞ്ച് ആകുമ്പോൾ ഇവിടെ അയച്ചത് എന്താണ്? ക്യാഷും ആണ്. അപ്പൊ ഇവിടെ എൻട്രി എങ്ങനെ വരും? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച്. ആഗ്ര ബ്രാഞ്ച് എമൗണ്ട് എത്രയാണ്? 12,000. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത മൂന്നാമതായിട്ട് പറയുന്നത് ആഗ്ര ബ്രാഞ്ച് പെയ്ഡ് 2,000 ടു ഹെഡ് ഓഫീസ് ഒഫീഷ്യൽ ആസ് എ പാർട്ട് ഓഫ് സാലറി. ഇവിടെ ആഗ്ര ബ്രാഞ്ച് ആണ് എന്ത് ചെയ്ത് സാലറി ആയിട്ട് കൊടുത്തത്. ബ്രാഞ്ച് ഹെഡ് ഓഫീസ് 2,000 രൂപ കൊടുത്തു. അപ്പൊ ഇവിടെ കൊടുത്തത് എന്താണ്? സാലറി അല്ലേ. അപ്പൊ എൻട്രി എങ്ങനെ ഒരു സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ആരാണ് കൊടുത്തത്? ആഗ്ര ബ്രാഞ്ച്. എമൗണ്ട് 2,000.
ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ആഗ്ര ബ്രാഞ്ച് ബട്ട് പേയ്മെന്റ് ഫോർ ദ സെയിം മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് 9000. ഇവിടെ ഗുഡ്സ് വാങ്ങിയത് ആഗ്ര ബ്രാഞ്ച് ആണ്, പക്ഷെ പേയ്മെന്റ് നടത്തിയത് ഹെഡ് ഓഫീസ് ആണ്. എത്രയാണ്? 9000. അപ്പം ഇവിടെ എങ്ങനെ വരും? ആഗ്ര ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് ഗുഡ്സ് ക്യാഷ് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും. അപ്പൊ എൻട്രി വരേണ്ടത് ഇങ്ങനെയാണ്: ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 9000. അടുത്ത് നോക്കിയേ, അടുത്ത പറഞ്ഞിരിക്കുന്നത് മെഷീനറി ഫോർ ബ്രാഞ്ച് ബോട്ട് ബൈ ഹെഡ് ഓഫീസ് ബട്ട് പേയ്മെന്റ് ഫോർ സെയിം മെയ്ഡ് ബൈ ആഗ്ര ബ്രാഞ്ച് 60000. അസറ്റ് അക്കൗണ്ട് കെപ്റ്റ് ബൈ ഹെഡ് ഓഫീസ്. ഇവിടെ മെഷീനറി വാങ്ങി അല്ലെ, ഹെഡ് ഓഫീസ് ആണ് മെഷീനറി വാങ്ങിയത്, പക്ഷെ പേയ്മെന്റ് നടത്തിയത് ആരാണ്? ആഗ്ര ബ്രാഞ്ച് ആണ്. അപ്പൊ മെഷീനറി വാങ്ങിയത് ഹെഡ് ഓഫീസ് ആണ്, പേയ്മെന്റ് നടത്തിയത് ആഗ്ര ബ്രാഞ്ച് ആണ്. അപ്പൊ എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് മെഷീനറി അക്കൗണ്ട് അറ്റ് ബ്രാഞ്ച് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച്. ഇപ്പൊ ഇവരാണ് പേയ്മെന്റ് നടത്തിയെങ്കിൽ ക്യാഷ് ഒന്ന് എഴുതായിരുന്നു. ഇവിടെ ആഗ്ര ബ്രാഞ്ച് നടത്തിയോണ്ട് ടു ആഗ്ര ബ്രാഞ്ച്. എമൗണ്ട് എത്രയാണ്? 60,000. അടുത്ത് നോക്കിയേ, ഡിപ്രീസിയേഷൻ ആണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഫോർ ബ്രാഞ്ച് മെഷീനറി ഹൂസ് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ബൈ ഹെഡ് ഓഫീസ് 3000. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരുന്നു ഈ അസറ്റിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് ആണ്. അപ്പൊ ഇവിടെ ഡിപ്രീസിയേഷൻ 3000 രൂപയുടെ ഡിപ്രീസിയേഷൻ ഈ ബ്രാഞ്ച് മെഷീനറിക്ക് സംഭവിച്ചു. ആ ബ്രാഞ്ച് മെഷീനറിയുടെ അക്കൗണ്ട് ആരാണ്? ഹെഡ് ഓഫീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ എൻട്രി എങ്ങനെയാണ്? ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ബ്രാഞ്ച് ആഗ്ര ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ടാണ് മെഷീനറി വാങ്ങിയത്. അപ്പൊ എൻട്രി എങ്ങനെയാണ്? ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് മെഷീനറി. അതായത് മെഷീനറി വാങ്ങുമ്പോൾ എൻട്രി എന്താണ്? അതിന്റെ നേരെ റിവേഴ്സ് എൻട്രിയാണ് ഡിപ്രീസിയേഷന് എഴുതേണ്ടത്. ബ്രാഞ്ച് മെഷീനറി 3000. ഓക്കെ, അപ്പൊ എന്താണ്? ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് ആണ്. അപ്പൊ ഹെഡ് ഓഫീസിൽ പോയി നമ്മൾ ഇതിന്റെയൊക്കെ എൻട്രീസ് എങ്ങനെ വരും എന്നൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് വെച്ചിട്ടൊരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മെഷീനറി വാങ്ങുമ്പോൾ എൻട്രി, ഇവിടെ മെഷീനറി വാങ്ങുമ്പോൾ ബ്രാഞ്ച് ആണ് ക്യാഷ് കൊടുത്തത്. ബ്രാഞ്ച് ആണ് ക്യാഷ് കൊടുക്കുന്നതെങ്കിൽ എൻട്രി എങ്ങനെയാണ്? ബ്രാഞ്ച് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് ആയിരുന്നെങ്കിൽ ടു ക്യാഷ് എന്ന് വന്നേനെ. ഇനി നോക്കിയേ, ഡിപ്രീസിയേഷൻ വരുമ്പം ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് മെഷീനറി എന്ന് വരും. ഇനി അടുത്ത് നോക്കിയേ, ഇനി എക്സ്പെൻസസ് ആണ് പറയുന്നത്. അടുത്ത് നോക്കിയേ, ഹെഡ് ഓഫീസിന് എന്തുണ്ടായി? ഒരു എക്സ്പെൻസസ്, ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻസസ് ആണ്. അത് ബ്രാഞ്ച് ആണ് ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ട് ഇത് ചെയ്തത് ബ്രാഞ്ച് ആണ്. അപ്പൊ ആ ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ട് ബ്രാഞ്ച് ഒരു ജോലി ചെയ്തതിന് ഉണ്ടായ ചെലവ് 2500 ചെലവായി. അപ്പൊ എൻട്രി എങ്ങനെയാണ്? ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് വരും. നമുക്ക് എഴുതാം: ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. എമൗണ്ട് 2500. അടുത്ത് നോക്കിയേ, ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം കൊല്ലം ബ്രാഞ്ച് ടു കുണ്ടറ ബ്രാഞ്ച്. അപ്പൊ നോക്കിയേ, ഇവിടെ ഗുഡ്സ് കൊല്ലത്തിൽ നിന്നും കുണ്ടറ ബ്രാഞ്ചിലോട്ട് അയച്ചു. അപ്പൊ ഏത് ബ്രാഞ്ചിലാണോ ഗുഡ്സ് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് ബ്രാഞ്ചിലാണോ ഗുഡ്സ് പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ കൊല്ലത്ത് നിന്നും കുണ്ടറയിലോട്ട് അയച്ചു എന്ന് പറയുമ്പോൾ കുണ്ടറ ബ്രാഞ്ചിലാണ് ഗുഡ്സ് കൂടുന്നത്. അപ്പൊ എൻട്രി എങ്ങനെ വരും? കുണ്ടറ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു, കുറയുന്ന എവിടെയാണ്? കൊല്ലം. എമൗണ്ട് 4000. അപ്പൊ ഇത്രയുമാണ് എൻട്രീസ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് എന്തായിരുന്നു? അവിടെ ഹെഡ് ഓഫീസ് ഗുഡ്സ് അയച്ചത് ഡിസംബറിലാണ്, പക്ഷെ അത് ബ്രാഞ്ചിൽ എത്തിയത് ജനുവരിയിലാണ്. അപ്പം എൻട്രി എങ്ങനെയാണ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അവിടെ ഗുഡ്സ് ആണ് അയച്ചത്, അതുകൊണ്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച് എന്ന് വന്നു. ഇനി അടുത്ത എന്താണ്? ബ്രാഞ്ച് ചെക്ക് അയച്ചു, അത് ഡിസംബറിലാണ്, പക്ഷെ ഹെഡ് ഓഫീസിൽ എത്തിയതോ അടുത്ത വർഷമാണ്. അപ്പൊ അവിടെയും എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തതിനു ശേഷമാണ് ക്യാഷ് ഹെഡ് ഓഫീസിൽ എത്തിയത്. അപ്പൊ എൻട്രി എങ്ങനെയാണ്? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച്. അടുത്ത് നോക്കിയേ,
സാലറി അല്ലേ, ബ്രാഞ്ചാണ് സാലറി കൊടുത്തത് ആർക്ക് വേണ്ടി, ഹെഡ് ഓഫീസിന് വേണ്ടി. അപ്പൊ അവിടെ ക്യാഷ് ഒന്നും പോകുന്നില്ല. അപ്പൊ എൻട്രി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച് എന്ന് വരും. അടുത്ത നോക്കിക്കേ, അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. അതായത് പേയ്മെന്റ് നടത്തിയ ഹെഡ് ഓഫീസ് ആണ്. ആർക്ക് വേണ്ടി, ബ്രാഞ്ചിന് വേണ്ടിയിട്ട് പേയ്മെന്റ് നടത്തിയ ഹെഡ് ഓഫീസ് ആണ്. അപ്പൊ അവിടെ ക്യാഷ് എന്ന് തന്നെ വരും, ക്യാഷ് പോകല. അപ്പൊ എൻട്രി എങ്ങനെ വരും, ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരും. അടുത്തത് മെഷീനറി ആണ്. മെഷീനറി വാങ്ങിയെങ്കിലും മെഷീനറിയുടെ എമൗണ്ട് പേയ്മെന്റ് നടത്തിയത് ബ്രാഞ്ച് ആണ്. അപ്പൊ എൻട്രി എങ്ങനെ വരും, ബ്രാഞ്ച് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ആഗ്ര ബ്രാഞ്ച് എന്ന് വരും. അതിന്റെ ഡിപ്രീസിയേഷൻ വരുമ്പോഴോ ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് മെഷീനറി എന്ന് വരും. പിന്നെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ്പെൻസ് ആണ്. ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻസസ് ആണ്. അത് നടത്തിയത് ആരാണ്, ബ്രാഞ്ച് ആണ്. അപ്പൊ എൻട്രി എങ്ങനെ വരും, ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ഇനി ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് അയച്ചു എന്ന് പറയുമ്പം റിസീവ് ചെയ്ത ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യണം, ആരാണോ ആ ഗുഡ്സ് അയച്ചത് അയാളെ ക്രെഡിറ്റ് ചെയ്യണം. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമ്മൾ കൂടുതലും ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിനെക്കാളും. പിന്നെ ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്താണ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.